ലക്ഷദ്വീപിൽ നിന്നും കവരത്തി വനം വകുപ്പ് 234 കിലോ വെള്ളരി പിടികൂടിയ കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു. മുക്ബിൽ എന്നയാളിൽ നിന്നും 52 കിലോ വെള്ളരിയും പിടിച്ചെടുത്തിരുന്നു. വനംവകുപ്പ് കേസിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇ ഡി അന്വേഷണം. എസ് ശരൺ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, ഇ ഡി കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ശ്രുതി, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് കവരത്തി വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് 2018 മുക്ബീൽ എന്ന ആളുടെ പക്കൽ നിന്ന് 52 വെള്ളരി പിടികൂടിയിരുന്നതാണ്. അതായത് ലക്ഷദ്വീപിലെ ആളൊഴിഞ്ഞ ദ്വീപിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ഇതിന് പുറമെ തന്നെ 2020 234 കിലോ വെള്ളരി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വനംവകുപ്പ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് CBI കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നത്. അതിന് പിന്നാലെ 2020 CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. അങ്ങനെ ഇ ഡി ഇപ്പോൾ അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ 4 പ്രതികളാണ് ഉള്ളത്. 4 പേരെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ഈ കടൽ വെള്ളരി. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 50,000-ലധികം രൂപ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇത് വേട്ടയാടുന്നതും ഒപ്പം തന്നെ കച്ചവടം നടത്തുന്നതും നിരോധിച്ചിട്ടുള്ളതാണ്. ഇത് പലപ്പോഴും ചൈന, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യാറുള്ളത്. അത്തരത്തിൽ കയറ്റുമതി നടത്താനുള്ളൊരു ശ്രമം നടക്കുന്നതിനിടയിൽ കൂടിയായിരുന്നു ഈ വെള്ളരി പിടികൂടിയിരുന്നത്. ശരി, എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇ ഡി. എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.